नमो श्री सूर्य देवाय ओम नमो श्री सूर्य देवाय ओम नमो श्री मंगल देवाय. Good morning, sir. ഗുഡ് മോർണിംഗ്. വാ ഇങ്ങോട്ട് നീക്ക്. ടൈം എന്തായി? 8:50, sir. 8:50. 9 to 6 36 ഫ്രെയിം റേറ്റിലെ ഡിജിറ്റൽ ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കണം. ഫോട്ടോ നന്നായില്ല എന്ന് കരുതി അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം നിങ്ങളുടെ തെറ്റെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സമയത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത്, ഫോൺ ചെയ്യരുത്, ചാറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഏത് ഫ്രെയിം വെച്ചാലും അത് പഠിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്. ഗോട്ട് ഇറ്റ്? Okay, sir. എന്ത് ചെയ്തോണ്ടിരിക്കുക? സർ ഫോക്കസ് ഒട്ടും കിട്ടുന്നില്ല സർ. ഇപ്പോഴോ കിട്ടുന്നുണ്ടോ? യെസ് സർ. തല ഒരുപാട് ഷേക്ക് ചെയ്യരുത്. ഓക്കെ സർ. ഫോട്ടോഗ്രാഫിക്ക് മാത്രം കഴിഞ്ഞുപോയ കാലഘട്ടത്തെ സ്തംഭിപ്പിക്കാൻ സാധിക്കും. അമൃത, നീ കുറച്ചു മുൻപ് ഒരു ഫോട്ടോ എടുത്തായിരുന്നില്ലേ? അത് നിന്റെ ലൈഫിൽ നീ എപ്പോ വേണമെങ്കിലും നോക്കിക്കോ. നിനക്ക് ഈ ഒരു നിമിഷം അതുപോലെ തന്നെ ഓർമ്മ വരും. സോ മേക്ക് ഇറ്റ് കൗണ്ട് ആൻഡ് ലീവ് ദ മൊമെന്റ്. Yes, sir. ആരവിടെ ഡ്രൈവ് ചെയ്യുന്നേ? Sir. കാർ ഡ്രൈവ് ചെയ്തോളൂ. ഓക്കെ, നാളെ കാലത്തൊരു സ്ഥലം വരെ പോകണം. റെഡി ആയി വന്നോളൂ. Thank you, sir. ദേ നോക്കി, ഒരു കാര്യം നീ മറന്നു പോരുത്. സ്പീഡ് 80 കിലോമീറ്ററിന് മുകളിൽ പോയാ പിന്നെയുണ്ടല്ലോ, പിന്നെ ഉറക്കം വന്ന കാറ് നിർത്തിപ്പോയി ചായ കുടിച്ചോ. ഓക്കെ. താങ്ക് യു. സർ, കളമശ്ശേരി, നമ്മൾ വരുന്ന വഴിക്ക് മരം വീണിട്ട് റോഡ് ക്ലോസ് ആയി പോയി. അതുകൊണ്ടാ കളമശ്ശേരി വഴി ബാംഗ്ലൂർക്ക് പോവാന്ന് വിചാരിച്ചേ. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ പോകുന്നേ. സ്ട്രൈറ്റ് പോ. സർ, ലെഫ്റ്റാ കാണിക്കുന്നേ. ഗൂഗിളൊന്നും വേണ്ട, ഗുരു പറയുന്നത് കേട്ടാ മതി. നീ സ്ട്രൈറ്റ്. ഓ, ഓക്കെ. ഗ്ലാസ് തുറന്നേ, തുറക്ക്. എങ്ങനെയുണ്ട് എന്റെ നാടിന്റെ കാറ്റിന്റെ സ്മെല്ല്? സർ, ഇത് സാറിന്റെ നാടാണോ? എന്റെ നാട് തന്നെ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്. ഇത് നോക്കി, അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ വന്നിറങ്ങിയത് ഈ ബസ് സ്റ്റാൻഡില്. കണ്ടില്ലേ, ഗാലക്സി ഹോട്ടലൊക്കെ അതുപോലെ തന്നെ. ഇവിടെ ചൂടോടെ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കി തരും. കെയർ ബേക്കറി, അന്നൊക്കെ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്രീം ബണ്ണ് കിട്ടുമായിരുന്നു. അതെന്റെ ഫേവറേറ്റ് ആയിരുന്നു.
ഇപ്പൊ പോലും ഞാൻ 2 രൂപ ബാക്കി കൊടുക്കാനുണ്ട് അവർക്ക്. ഇനി കുറച്ചുകൂടി മുന്നിലേക്ക് പോയാ റൈറ്റിലേക്ക് ഒരു റോഡ് വരും. ആ റോഡ് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് എത്തും. സാറിന്റെ വീട്ടിലേക്ക് കയറണോ? ഏയ് അതൊന്നും വേണ്ട. അവിടെ പരിചയക്കാരെയും കണ്ട സംസാരിച്ച് വെറുതെ സമയങ്ങളെ. ഓക്കെ. ആ കാണുന്നത് ആരുടെ വീടാണെന്നറിയോ? ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അത് ഷൂട്ടിംഗ് ഹൗസാ. എന്റെ നാട് എന്തെല്ലാം ഫേമസ് എന്നറിയോ? സർ മിൽക്ക് ഫാക്ടറി. കറക്റ്റാ. ഇനി കുറച്ചുകൂടി നേരെ പോയിട്ട് അവിടെ കാണുന്ന റൈറ്റ് എടുക്കണം. അവിടെയാ അവളുടെ വീട്. പഴയ ബ്രിഡ്ജൊക്കെ അതുപോലെ തന്നെയുണ്ട്. സർ എന്തു പറ്റി? സർ നല്ല സ്പീഡിൽ കാർ ഓടിച്ചിട്ട് അയാൾ ഇടിച്ചിട്ടാലോ? അതായത് സ്പീഡിൽ പോയിട്ട് ഇടിക്കുന്നത് പോലെ നിർത്തണം. ഇപ്പൊ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഓഫീസർ. ഞാൻ പഴയ രാമചന്ദ്രൻ, 99 ബാച്ച് സി സെക്ഷൻ. അമ്പടാ, അങ്ങനെ പറ. അല്ലാതെ ഈ അഭ്യാസം കാണിക്കാൻ വേറെ ആർക്കാ ധൈര്യമുള്ളേ? നീ സുഖമായിട്ടിരിക്കുന്നോ? ഇതെന്താ ഇത്ര ബഹുമാനത്തോടു കൂടി സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്? വാടാ പോടാന്ന് വിളിച്ചാ മതി. അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിച്ചിരിക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയില്ലേ? എത്ര വർഷമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഒരു ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പോ സ്കൂളൊന്ന് കാണണമെന്ന് തോന്നി, അതാ നിർത്തിയേ. അകത്ത് കയറി കാണാൻ പറ്റുമോ ഓഫീസർ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. അതിനൊക്കെ നമ്മുടെ പ്രിൻസിപ്പാളിന്റെ പെർമിഷൻ ലെറ്റർ വേണം. അതുമാത്രമല്ല, പാരന്റ്സിന്റെ കയ്യിൽ നിന്നുള്ള പെർമിഷൻ ലെറ്റർ കൂടി വേണം. എങ്കിലേ പറ്റൂ. സത്യമാണോ പറയുന്നത്? എന്തൊക്കെയാടാ നീ ചോദിക്കുന്നേ? ഇത് നിന്റെ സ്കൂളല്ലേ, കേറി ചെല്ല്. പോയി കണ്ടിട്ട് വാടാ. ചെല്ല് ചെല്ല്. കൃഷ്ണൻ പ്രസന്റ് സർ. സവിത പ്രസന്റ് സർ. രാമചന്ദ്രൻ രാമചന്ദ്രൻ.